നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അദ്ദേഹം ഇത്തരത്തിൽ അസഭ്യം പറഞ്ഞു തുടങ്ങിയെന്ന ഒരു വിലയിരുത്തൽ രാഷ്ട്രീയ നിരീക്ഷകർ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇത്തരത്തിൽ അദ്ദേഹം വിവാദ വാക്കുകൾ ഉപയോഗിച്ചാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ അടിത്തറ മാന്തും, മാത്രമല്ല UDF ജയിക്കാൻ കാരണമാകും എന്ന കാര്യം അതിന് സാക്ഷിയായിട്ടുണ്ട് കേരളം മുൻപ്. അഭിമാനം കളങ്കപ്പെട്ടപ്പോൾ മനസ്സ് നൊന്ത് CPM വിട്ട G സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സുധാകരനെ പോലെ പാർട്ടി വിട്ട കുഞ്ഞികൃഷ്ണനും P ശശിയും TK ഗോവിന്ദനും ഒക്കെ ചെറ്റത്തരം കാണിച്ചുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഓരോരോ കാലത്ത് പിണറായി വിജയൻ നടത്തിയ ചില വാചകങ്ങൾ, ചില പ്രയോഗങ്ങൾ അത് കേരളം മറന്നിട്ടില്ല. പരനാറി, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കുലംകുത്തി പ്രയോഗമൊക്കെ നമുക്ക് രാഷ്ട്രീയ കേരളത്തിന് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. കേട്ടാൽ അറയ്ക്കുന്നതും ചെവി പൊട്ടിപ്പോകുന്നതുമായ പ്രയോഗങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർത്തു നോക്കാം. നികൃഷ്ട ജീവി, പരനാറി, എടോ ഗോപാലകൃഷ്ണ, കീടം, കുലംകുത്തി, ചെറ്റത്തനം, കടക്കുപുറത്ത്, അഭിവന്ദ്യൻ, ഈ വാക്കുകളൊക്കെ കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തിന് സംഭാവനയായി നൽകിയത് അദ്ദേഹമാണ് എന്ന വിമർശനം രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വാക്കുകൾ അദ്ദേഹം മലയാള സാഹിത്യ സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയ കനത്ത സംഭാവനയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന നിരവധി സഖാക്കളും ആരാധകരും കേരളത്തിലുണ്ടാകാം. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ കൊല്ലത്ത് നടത്തിയ പരനാറി പ്രയോഗമാണ് അവിടെ LDF സ്ഥാനാർത്ഥിയായിരുന്ന MA ബേബിയുടെ തോൽവിക്ക് കാരണമായത്. ജയം ഉറപ്പെന്ന് പാർട്ടിയും ബേബിയും കരുതിയ തിരഞ്ഞെടുപ്പിൽ MA ബേബി കൊല്ലത്ത് 8 നിലയിൽ പൊട്ടി. UDF സ്ഥാനാർത്ഥിയായ NK പ്രേമചന്ദ്രനെ പിണറായി വിജയൻ പരനാറി എന്ന് വിശേഷിപ്പിച്ചതാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന MA ബേബിക്ക് തിരിച്ചടിയായത്. LDF മികച്ച രാഷ്ട്രീയ പോരാട്ടം നടത്തിയ കൊല്ലം മണ്ഡലത്തിൽ പ്രചാരണത്തിന്റെ ഘടന തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ വാക്ക്. LDF കേന്ദ്രങ്ങളിൽ പോലും ഉണ്ടായ കടുത്ത അതൃപ്തി ബേബിക്കെതിരായ ജനവികാരമായി മാറുകയും ചെയ്തു. MA ബേബിയുടെ പ്രചാരണ യോഗത്തിലാണ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എതിർ സ്ഥാനാർത്ഥിയായ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചത്. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ LDF-നൊപ്പം ഉണ്ടായിരുന്ന RSP സീറ്റ് നിർണയത്തിലെ തർക്കങ്ങളെ തുടർന്ന് അപ്രതീക്ഷിതമായി UDF-ലേക്ക് പോയതാണ് പിണറായിയെ ചൊടിപ്പിച്ചത്. പിണറായിയുടെ പരനാറി പ്രയോഗത്തിൽ അമർഷം കൊണ്ട ജനങ്ങൾ ബേബിക്കെതിരെ തിരിഞ്ഞു. ആ തിരഞ്ഞെടുപ്പിൽ RSPയുടെ NK പ്രേമചന്ദ്രൻ 37,649 വോട്ടുകൾക്ക് ജയിച്ചു. കുണ്ടറ MLA-യും പൊളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന MA ബേബി നാണം കിട്ട് പരാജയപ്പെട്ടു. MA ബേബിയുടെ പ്രചാരണത്തിനിടെ കുണ്ടറയിലും അഞ്ചാലുമൂട്ടിലും തേവലക്കരയിലും പിണറായി വിജയൻ NK പ്രേമചന്ദ്രനെതിരെ പരനാറി പ്രയോഗം നടത്തിയിരുന്നു. ഇതോടെ CPM CPI ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നു. വൻ ഭൂരിപക്ഷം കിട്ടുമെന്ന് കരുതിയിരുന്ന ചടയമംഗലം, പുനലൂർ, ചാത്തന്നൂർ, കുണ്ടറ നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-ന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു. MA ബേബി നിയമസഭയിൽ പ്രതിനിധീകരിച്ച കുണ്ടറയിൽ 6,911 വോട്ടിനാണ് ബേബി പിന്നിലായത്. മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബേബിയുടെ ഭൂരിപക്ഷം 14,793 വോട്ടായിരുന്നു. കുണ്ടറ അസംബ്ലി മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിൽ 6 ബേബി പിന്നിൽ പോകുന്ന സ്ഥിതി ഉണ്ടായി. പിണറായി വിജയന്റെ പ്രസ്താവനയിൽ കടുത്ത വിയോജിപ്പുണ്ടാക്കിയ MA ബേബി MLA സ്ഥാനം രാജിവെക്കാൻ മുതിർന്നെങ്കിലും പാർട്ടി ഇടപെട്ട് ഒഴിവാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM മുൻ നേതാവ് G സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. G സുധാകരനെ കഴിഞ്ഞ 10 വർഷമായി CPM തഴഞ്ഞതും തുടരെ അപമാനിച്ചതൊന്നുമെന്നും അദ്ദേഹം വിഷയമാക്കിയില്ല. പാർട്ടിയുടെ അടിമയായി മാറി ആരോരും അറിയാതെ ഇല്ലാതാകാൻ തന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ G സുധാകരൻ അമ്പലപ്പുഴയിൽ ഇക്കുറി UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. തനിക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്നാണ് G സുധാകരൻ കരുതുന്നതെന്നും പാർട്ടിക്ക് എല്ലാവരും സമന്മാരാണെന്നും പിണറായി അവകാശപ്പെട്ടു. ടേമും പ്രായപരിധിയും ഒന്നും മാനദണ്ഡമാക്കാതെ പാർട്ടിയും അധികാരവും വെട്ടിപ്പിടിച്ച പിണറായി എന്തുകൊണ്ട് സുധാകരന് കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിച്ചു എന്നതിൽ വിശദീകരണം നൽകിയില്ല. നോക്കിയാൽ G സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചതെന്ന് കാണേണ്ടതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. വഞ്ചനയ്ക്ക് ഇതിൽ പരം വിശേഷണമില്ലെന്നും പാർട്ടി അർപ്പിച്ച വിശ്വാസം മുഴുവൻ കളഞ്ഞു കുളിച്ചുവെന്നും ഗൂഢാലോചന നടത്തി കോൺഗ്രസ് പിന്തുണയോടെ സ്ഥാനാർത്ഥിയായി മാറിയത് എത്ര വലിയ പാതകമാണെന്നും പിണറായി വിജയൻ വിമർശിച്ചു. കേരളത്തിലെ ആരാധ്യനായിരുന്ന ബിഷപ്പിനെ അഭിവന്ദ്യൻ എന്ന് വിളിച്ച് അപമാനിച്ചതും ഇതേ പിണറായി തന്നെയാണ്. മാതൃഭൂമി പത്രാധിപരെ എടോ ഗോപാലകൃഷ്ണ നിന്നെ തീർത്ത് കളയുമെന്ന് അലറി ഭീഷണിപ്പെടുത്തിയതും ഇതേ ഇരട്ടച്ചങ്കൻ തന്നെയാണ്. പാർട്ടി വിട്ടുപോയ TP ചന്ദ്രശേഖരനെ നിരവധി വേദികളിൽ കുലംകുത്തി എന്നും പിണറായി അധിക്ഷേപിച്ചു. TP ചന്ദ്രശേഖരനെ CPM ഗുണ്ടകൾ 51 വെട്ടിന് അരുങ്കോല ചെയ്ത ശേഷവും TPയെ കുലംകുത്തി എന്ന് പിണറായി വിശേഷിച്ചപ്പോൾ കേരളം ലജിച്ചു. പാർട്ടി വിട്ടുപോയവരെ ചെറ്റകളെന്നും നാറികളെന്നും തെണ്ടികളെന്നും വിളിക്കാൻ മടിക്കാത്ത പിണറായിയുടെ ആ വാക്ക് അത് അദ്ദേഹത്തിന് തിരിച്ചടിയാകുമോ, തിരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.